പ്രണയകാലം പാർട്ട് 10. ഡി എഴുന്നേൽക്ക്. ആരോ തട്ടി വിളിക്കുന്ന പോലെ തോന്നി കല്ലുവിന്. പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിൽ നിൽക്കുന്ന റീനയെ കണ്ടപ്പോൾ അവൾ ഇഴഞ്ഞിഴഞ്ഞ് സെല്ലിൻ്റെ ഒരു മൂലയിലേക്ക് ചുരുണ്ടു കിടന്നു. ഒന്നും ചെയ്യല്ലേ, കല്ലു കണ്ണുകൾ കൊണ്ട് അവരോട് യാചിച്ചു. മുന്നിൽ നിൽക്കുന്ന സെബാസ്റ്റ്യന് ആ കാഴ്ച ഹൃദയത്തിൽ തറച്ചുപോയി. ആ പ്രായത്തിൽ ഒരു പെൺകുട്ടി വീട്ടിലുള്ളത് കൊണ്ടാവും അയാളിലെ അച്ഛൻ ഹൃദയം ആ കാഴ്ചയിൽ ഒന്ന് കനത്തു. എഴുന്നേൽക്കങ്ങോട്ട്. റീന അവളുടെ കയ്യിൽ പിടിച്ച് പൊക്കി നിർത്തി. കാലുകൾ നിലത്ത് തൊട്ടപ്പോൾ കല്ലു ഏങ്ങിപ്പോയി. വിരലുകളടക്കം നുറുങ്ങുന്ന അത്ര വേദന. സൂചി കുത്തിവിടും പോലെ ശക്തമായ വേദന. അമ്മാ. കല്ലു നിലത്തേക്ക് തന്നെ ഇരിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി. നിന്നെ കാണാൻ പുറത്ത് ആരൊക്കെയോ വന്നിട്ടുണ്ട്. ചെല്ലങ്ങോട്ട്. ഇതിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ ഇവിടെ വെച്ച് മറന്നേക്ക്. പുറത്ത് പറയാനാണ് ഭാവമെങ്കിൽ. റീന താക്കീതോടെ കല്ലുവിനെ നോക്കി. റീന അടിച്ചു ക്ഷീണിച്ചപ്പോൾ ഇട്ടെറിഞ്ഞു പോയതാണ് കല്ലുവിനെ. അന്നേരവും അവരുടെ വായിൽ നിന്നും മോശം വാക്കുകൾ വന്നുകൊണ്ടേയിരുന്നിരുന്നു. ആ വാക്കുകൾ ഓർക്കവേ കല്ലുവിൻ്റെ മിഴികൾ പിന്നെയും നിറഞ്ഞു. ഒരു ദിവസം കൊണ്ട് തൻ്റെ ജീവിതം തകിടം മറിഞ്ഞത് ഓർക്കുമ്പോൾ വല്ലാത്തൊരു നടുക്കം തോന്നി കല്ലുവിന്. മുന്നിൽ നിൽക്കുന്ന നന്ദനെ കണ്ടപ്പോൾ കല്ലുവിന് ജീവൻ വീണ പോലെ തോന്നി. നന്ദ. അവൾ ഏങ്ങിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. എസ്ഐക്ക് അഭിമുഖമായി ഇരിക്കുന്ന കാശിയിലേക്ക് ഒരു വേള കണ്ണുകൾ നീണ്ടു. കണ്ണുകൾ തമ്മിലുടക്കിയപ്പോൾ കല്ലുവിൻ്റെ സങ്കടം ഇരട്ടിയായി. നന്ദനെ ഇറുകെ പുണർന്നുകൊണ്ട് കല്ലു കരഞ്ഞുകൊണ്ടിരുന്നു. നന്ദൻ അവളുടെ ചുമലിൽ പതിയെ തഴുകി. ചേച്ചി, ചേച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. ഇല്ലെങ്കിൽ ഇവരിവിടെ ഇട്ട് കൊല്ലും ചേച്ചിയെ. നന്ദൻ്റെ ആ വാക്കുകളിൽ അവളൊന്ന് നടുങ്ങി. ഞെട്ടി രണ്ടടി മാറി. വേച്ചു വീഴാൻ പോയ കല്ലുവിനെ കാശി താങ്ങി. നീ എന്തായി പറയുന്നത്? കല്ലു അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാശിക്ക് ദേഷ്യം വന്നു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചേച്ചിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ. നന്ദൻ പറഞ്ഞ വാക്കുകൾ തിരുത്താൻ ശ്രമിച്ചു. ഇവളുടെ മുഖത്ത് നോക്കി. നിനക്കിത് പറയാൻ തോന്നുന്നുണ്ടല്ലോ നന്ദ. കാശിക്ക് ദേഷ്യം കൊണ്ട് വിറച്ചു. അല്ല, ഞാൻ അങ്ങനെയല്ല കാശിയേട്ടാ. നന്ദൻ തിരുത്താൻ നോക്കവേ കാശി അവനെ തടഞ്ഞു. നിങ്ങളൊന്നും ഈ പെണ്ണിനെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി മനസ്സിലാക്കുമെന്നും തോന്നുന്നില്ല. നീ പുറത്ത് നിൽക്ക്, ഞാൻ വരാം. കാശി നന്ദനെ നോക്കാതെ പറഞ്ഞു. അവൻ കല്ലുവിൻ്റെ അരികിലേക്ക് വന്നു. ചേച്ചി, ഞാൻ അറിയാതെ. നന്ദൻ വാക്കുകൾക്ക് വേണ്ടി പരതി. കല്ലു അവനെ നോക്കി നിർജീവമായി ഒന്ന് ചിരിച്ചു. കല്ലൊന്നും പറയാതെ ആയപ്പോൾ നന്ദൻ പുറത്തേക്ക് കടന്നു. നന്ദൻ നടന്നകലുന്നത് കല്ലു നോക്കി നിന്നുപോയി. കല്ലു. അവൾ തിരിഞ്ഞ് കാശിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വേദനിപ്പിച്ചോടി നിന്നെ? അത് ചോദിക്കുമ്പോൾ കാശിക്ക് ചങ്കിൽ നിന്നും ഒരു വേദന പൊടിഞ്ഞു. അവൻ്റെ സ്വരം ഇടറി. ചെറിയമ്മയും അച്ഛനൊക്കെ എത്ര ഭേദമാണെന്നറിയാവോ കാശി? അവരൊന്നും അടിക്കുന്നത് ഒരു അടിയേ അല്ലടാ. അവൾ ഒരു ചിരിയോടെ കാശിയെ നോക്കി. അപ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. എന്തൊരു പാവമാണ് ഈ പെണ്ണ്. അവന് ആകെ അലിവ് തോന്നിപ്പോയി അവളോട്. ഹേയ്, കരയാതെ. ഞാൻ അറക്കിലുള്ളവരോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. നീ വിഷമിക്കാതെ കല്ലു. കാശി അവളുടെ നെറുകയിൽ പതിയെ ഒന്ന് തലോടി. പതിയെ കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു. പരാതി പറയാൻ വരുന്നവരും കുറ്റവാളികളും സാക്ഷികളും ഒക്കെയായി സ്റ്റേഷൻ ആകെ നിറഞ്ഞിരുന്നു. എല്ലാവരും അവളെ തന്നെ നോക്കുന്നുണ്ട് എന്ന് തോന്നി കല്ലുവിന്. വേച്ച് വേച്ച് കല്ലു സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറി. ആ ഇരുട്ടറ തന്നെയാണ് നല്ലത് എന്ന് കല്ലുവിന് തോന്നാതിരുന്നില്ല. പെട്ടെന്ന് ആരോ രണ്ടുപേരെ റീന സെല്ലിനുള്ളിലേക്ക് പിടിച്ചു തള്ളി. മുറുക്കി ചുവപ്പിച്ച വായും ചട്ടയും മുണ്ടുമെല്ലാം എടുത്ത് രണ്ട് സ്ത്രീകൾ. കുറച്ച് ദിവസം രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ കിടക്ക്. പുറത്തിറങ്ങുമ്പോഴേക്കും വഴക്ക് തീർത്തേച്ച് ഇറങ്ങിയേക്കണം. കേട്ടല്ലോ? സെബാസ്റ്റ്യൻ ഇരുവരെയും നോക്കി താക്കീതോടെ പറഞ്ഞു നിർത്തി. ഇരുവരും പരസ്പരം കലിയോടെ നോക്കുന്നുണ്ട്. രണ്ടാളും മുഖം വെട്ടിച്ച് തിരിഞ്ഞിരിക്കുന്നുണ്ട്. കാണുന്ന കാഴ്ചയിൽ രണ്ടാളെയും ഒരുപോലെ തോന്നി കല്ലുവിന്. ഒരു 40-45 വയസ്സിനടുത്ത് പ്രായം തോന്നും രണ്ടുപേർക്കും. അത്യാവശ്യം നല്ല വണ്ണവും പൊക്കവും ഉണ്ട്. അത്യാവശ്യം ഒരു നല്ല അടി കഴിഞ്ഞിറങ്ങിയ പോലെ രണ്ടുപേരുടെയും മുഖത്ത് കൈകളിലുമെല്ലാമായി നഖത്തിൻ്റെ പോറലുകളും കടിച്ചതിൻ്റെ പാടുകളും എല്ലാം ഉണ്ട്. രണ്ടുപേരും ഇടയ്ക്കിടെ തന്നെയും പാളി നോക്കുന്നുണ്ട് എന്ന തോന്നലിൽ കല്ലു ഒന്ന് പതറിപ്പോയി. എന്തോന്നാടി നീ എന്നെങ്ങനെ തുറച്ചു വെച്ച് നോക്കുന്നേ? നീയല്ലേടി മര്യാദക്ക് നിന്നിരുന്ന എന്നെ എരുകയറ്റി അടി തുടങ്ങിയത്? ഓ പിന്നെ, നീയാണ് ഒരു ആവശ്യമില്ലാതെ ആദ്യം എന്നെ ചൊറിഞ്ഞത്. ഓ, പോലീസ് സ്റ്റേഷൻ എത്തിയപ്പോൾ നീ പുണ്യാളത്തി, ഞാൻ കുറ്റക്കാരി അല്ലേടി? കഴിഞ്ഞ വട്ടവും നീ ഒറ്റ ഒരുത്തിയാ പ്രശ്നം ഉണ്ടാക്കിയത്. എന്നിട്ട് സ്റ്റേഷനിൽ കയറിയപ്പോൾ ഞാൻ പ്രശ്നക്കാരി അല്ലേ? ഇത് നല്ല കാര്യം. നീയല്ലേടി എന്നെ ആദ്യം പിടിച്ച് തള്ളിയത്? ആ അതേടി, ഞാൻ തന്നെ നിന്നെ തള്ളിയത്. ഇനിയും തള്ളും. കൂട്ടത്തിൽ ഒരാൾ മറ്റേയാളെ പിടിച്ച് ഒരു തള്ള്. അതോടെ തള്ളു കിട്ടിയ ആൾക്ക് കലി കയറി.
രണ്ടും കൂടെ പൊരിഞ്ഞ അടി. രണ്ടും കൂടെ ഉരുണ്ടുരുണ്ട് തൻ്റെ അടുത്തേക്കാണ് വരുന്നത് എന്ന് കണ്ടപ്പോൾ കല്ലു ചാടി എഴുന്നേറ്റ് അപ്പുറം പോയി നിന്നു. തലമുടി പിടിച്ചു വലിക്കുകയും പിച്ചുകയും മാന്തുകയും വേണ്ട, രണ്ടാളും നിലത്ത് കിടന്ന് ഉരുളുകയും കൂടെ ആയപ്പോൾ കല്ലുവിനാകെ ഭയം തോന്നി. പെട്ടെന്ന് സെല്ല് തുറന്ന് ആരോ അകത്തേക്ക് കയറി. ചി, നിർത്തടി രണ്ടും കൂടെ. ഇതൊക്കെ നിന്റെ വീടാണെന്ന് കരുതിയോ? അടിച്ചു ഞാൻ പുറം പൊളിക്കും രണ്ടിൻ്റെയും, റീന അലറി. ആ അലർച്ച കേട്ട് കല്ലു രണ്ടടി മാറി നിന്നു. പക്ഷെ തല്ലുണ്ടാക്കിയ രണ്ട് സ്ത്രീകളും പുച്ഛത്തിൽ നിൽക്കുന്നുണ്ട്. അവർക്കിതൊന്നും ഒരു പുത്തരിയല്ല എന്ന് തോന്നി. ആ നിൽപ്പിൽ നിന്നും കല്ലു അത് ഊഹിച്ചെടുത്തു. നീ ഇങ്ങോട്ട് വാ, ഒരുത്തൻ കാണാൻ വന്നേക്കുന്നു. പിന്നെ പറഞ്ഞതൊന്നും മറക്കണ്ട, റീന കല്ലുവിനെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചു. കല്ലു വേച്ചു വേച്ച് പിന്നെയും പുറത്തിറങ്ങി. പുറത്ത് നിൽക്കുന്ന അമീറിൽ ആ മിഴികൾ ഉടക്കി. ഒരടി കൂടെ വെക്കാനുള്ള ശക്തിയില്ലാതെ കല്ലു ഒന്ന് മുന്നോട്ടായവേ അമീർ അവളെ ഒന്ന് താങ്ങി. ഏയ്, സൂക്ഷിച്ച്, അവൻ പതിയെ പറഞ്ഞു. കല്ലു പതിയെ അവനെ മുഖമുയർത്തി നോക്കി. അവൾക്ക് ഭയം തോന്നി. എന്തിനായിരിക്കും തന്നെ തേടി വന്നത്? എല്ലാവരും തന്നെ അവിശ്വസിച്ചില്ലേ? ബീവിയുമ്മയും തന്നെ കുറ്റക്കാരിയായി കണ്ടിരിക്കുവോ? അവളുടെ തല താഴ്ന്നുപോയി. അമീറിന് ആ കാഴ്ച ഹൃദയത്തിൽ തുളച്ചു കയറി. അവൻ്റെ ചങ്കു പൊടിഞ്ഞു. തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി. ഹേയ്, അവൻ പതിയെ വിറയാർന്ന വിരലുകളോടെ അവളുടെ താടി പിടിച്ചുയർത്തി. എന്തിനാണിങ്ങനെ സ്വയം നേറുന്നത്? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ തലകുനിച്ച് നിന്നാൽ പോരെ? ഇങ്ങനെ കരഞ്ഞു നിന്നാൽ എങ്ങനെ നിന്റെ നിരപരാധിത്വം തെളിയിക്കും? ആ വാക്കുകൾ അവളുടെ ഉള്ളൊന്ന് പിടിച്ചുലച്ചു. അവൾ അമീറിനെ ആദ്യം കാണുന്ന പോലെ നോക്കി. നന്ദൻ പോലും ഒരു നിമിഷത്തേക്ക് തന്നെ അവിശ്വസിച്ചു. പക്ഷേ ഒരു പരിചയവുമില്ലാത്ത അമീർ, അയാളുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തന്നോടുള്ള വിശ്വാസം, അതാലോചിക്കവേ കല്ലു അങ്ങനെ തറഞ്ഞു നിന്ന് പോയി. കല്യാണി, നോക്ക്, ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾക്ക് കടന്നു പോവേണ്ടി വരും. അതിനൊക്കെ തളർന്നാൽ അതിന് തന്നെ നേരമുണ്ടാവൂ. മുന്നോട്ടുള്ള വഴി നമ്മളായി കണ്ടുപിടിക്കേണ്ടി വരും. അവിടെ ഇങ്ങനെ പകച്ചു നിന്നാൽ ആരും രക്ഷിക്കാൻ വന്നെന്ന് വരില്ല. നിന്റെ രക്ഷ നിന്റെ കയ്യിലാണ്, അതാദ്യം മനസ്സിലാക്ക്, അമീർ അവളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. കല്ലുവിൻ്റെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വന്നു നിറഞ്ഞു. സാറിങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു കാരണവുമില്ലാതെ അച്ഛനും അമ്മയും ശത്രുവായി കണ്ടിട്ടുണ്ടോ? നിറത്തിൻ്റെ പേരിൽ വേറിട്ട് നിർത്തിയിട്ടുണ്ടോ? പക്വത വന്ന നാൾ മുതൽ ഒരു കുടുംബത്തിൻ്റെ ഭാരം ഒന്നടങ്കം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടോ? പലിശക്കാരുടെ വായിലെ ചീത്തയും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? അവൾ നിർത്തി അമീറിനെ തന്നെ നോക്കി. ഇല്ലല്ലേ. ഇതൊക്കെ കൂടി വന്ന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പകച്ചു പോവും സാർ, മനുഷ്യന്മാരല്ലേ. ഇപ്പോൾ ദേ അതിൻ്റെ കൂടെ ഒരു കള്ളക്കഥയും. കല്ലുവിൻ്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. അന്നേരം കല്ലുവിനെ തന്നെ നോക്കുകയായിരുന്നു. അവളുടെ ഉള്ളിൽ കനലുണ്ട്, ഊതിപ്പെരിപ്പിച്ചാൽ മതി. അമീർ ഉള്ളിലോർത്തു. ആഹാ, അപ്പോൾ കല്യാണി അത്ര മോശ ആളൊന്നുമല്ല. ആ വായ്ക്കകത്ത് നാവുണ്ട് അല്ലേ? അവൻ അല്പം കുസൃതിയോടെ അവളെ നോക്കി. കല്ലു മുഖം വെട്ടിച്ചു കളഞ്ഞു. മുഖത്തിൻ്റെ ഒരു വശം ചേർന്ന് കിടന്ന ആ കൈപ്പത്തിയുടെ അടയാളം അവൻ്റെ കണ്ണുകളെ കുരുത്തു പിടിച്ചു. എന്താ ഇത്? അവൻ വിരൽ കൊണ്ട് തൊട്ട് ചോദിച്ചു. ആഹ്. അവൾ എരുവലിച്ചുകൊണ്ട് ഒന്ന് ഏങ്ങി. ഇരുവരും സംസാരിക്കുന്നതിനിടയിൽ റീന അവരുടെ അടുത്തേക്ക് പിന്നെയും വന്നു. കഴിഞ്ഞില്ലടി, രാവിലെ തുടങ്ങിയതാണല്ലോ ഓരോരുത്തന്മാർ. റീന അമീറിനെ ഒന്ന് അർത്ഥം വെച്ച് നോക്കി. മാഡം, സൂക്ഷിച്ച് സംസാരിക്കണം. അമീർ കത്തിക്കയറി. റീന അവനെ പാടെ അവഗണിച്ചുകൊണ്ട് കല്ലുവിൻ്റെ കൈ പിടിച്ചു വലിച്ചു. അടുത്ത കവിളിലും ആഞ്ഞടിക്കാൻ നേരം അമീർ അത് തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നീങ്ങി നിന്നു. കല്ലു ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ ചിറകിനടിയിലേക്ക് പതുങ്ങി. ഇനിയും ഇവളെ തൊട്ടാൽ വെച്ചേക്കില്ല ഞാൻ. അമീർ അവരെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകളിലെ തീവ്രത റീനയെ ഒരു നിമിഷം ഭയപ്പെടുത്തി. നോക്ക് മാഡം, വൈദ്യം നല്ല വൃത്തിക്ക് പഠിച്ചിറങ്ങിയതാണ്. മർമ്മസ്ഥാനങ്ങളൊക്കെ നന്നായിട്ട് അറിയാം എനിക്ക്. അവൻ ഒന്ന് ഗൂഢമായി ചിരിച്ചു. റീന അവൻ്റെ വാക്കുകളിൽ ഒന്ന് തറഞ്ഞു നിന്നുപോയി. ചെല്ല്, ഒന്നും ഉണ്ടാവില്ല, അമീർ കല്ലുവിനെ നോക്കി പറഞ്ഞു. കല്ലു പതിയെ മുന്നോട്ട് നടന്നു. റീന അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കല്ലുവിനൊപ്പം അകത്തേക്ക് പോയി. ജീവനോടെ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കിയിരിക്കും കല്യാണി. അവൻ്റെ വാക്കുകളിൽ കല്ലുവിൻ്റെ മനസ്സൊന്ന് തണുത്തു. എങ്കിലും അവൾ തിരിഞ്ഞ് അവനെ നോക്കിയില്ല. അകത്തേക്ക് കയറിയപ്പോൾ തൻ്റെ ഒപ്പം തന്നെ റീനയും ഉള്ളിലേക്ക് കടന്നിരുന്നു. കയ്യിലെ ലാത്തി ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് അവൾ കല്ലുവിനെ നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചു. കല്ലു ആ നോട്ടത്തിൽ ഞെട്ടി വിറച്ചുപോയി. റീനയുടെ മുഖത്ത് വിരിയുന്ന ക്രൂരഭാവം കല്ലുവിനെ ഭീതിയിലാഴ്ത്തി തുടങ്ങിയിരുന്നു. പിന്നോട്ട് രണ്ടടി വെച്ച് അവൾ ചുമരിൽ തടഞ്ഞു നിന്നു. ഇനിയും തല്ലിയാൽ ഒരു പക്ഷെ താൻ മരിച്ചു പോകുമെന്ന് പോലും കല്ലുവിന് തോന്നി.
ഉറക്കിയൊന്ന് അലറിക്കരയാൻ തോന്നി കല്ലുവിന്. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണമെന്നും തോന്നി. പക്ഷേ ശരീരം തളർന്നു പോയിരിക്കുന്നു. നിനക്ക് വേണ്ടി വാദിക്കാനും ഭീഷണിപ്പെടുത്താനൊക്കെ കുറേ പേരുണ്ടല്ലോടി. അവർ അർത്ഥം വെച്ചുകൊണ്ട് കല്ലുവിനെ ഒന്ന് നോക്കി ചിരിച്ചു. ഇപ്പോൾ വന്നിട്ട് പോയില്ലേ ഒരുത്തൻ, ആ ഡോക്ടർ. അവൻ പറഞ്ഞേക്കുവാണേ നിന്നെ തൊട്ടാ അവന് പൊള്ളുമെന്ന്, എന്നെ അങ്ങോട്ട് ഇല്ലാതാക്കുമെന്ന്. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഒരു വന്യമൃഗം മുന്നിൽ വന്നു നിൽക്കുന്ന പോലെ തോന്നി കല്ലുവിന്. ഒരു മനുഷ്യൻ്റെ ദയയോ കാരുണ്യമോ ഒന്നും റീനയുടെ കണ്ണുകളിൽ കാണുന്നില്ല. ലാത്തിയുമായി വരുന്ന റീനയെ കണ്ടപ്പോൾ കല്ലു കുഞ്ഞുങ്ങളെ പോലെ ചുണ്ടു പിളർത്തി കരഞ്ഞുപോയി. ഏങ്ങിക്കരയുന്നവളെ കണ്ടപ്പോൾ റീനയ്ക്ക് പിന്നെയും രസം പിടിച്ചു. തൻ്റെ ഇരയുടെ പിടച്ചിൽ കാണുമ്പോഴുള്ള ഒരു തരം ലഹരി. ചീ, നിർത്തടി നിന്റെ മുതലക്കണ്ണീർ. മുഖം അടച്ച് ഒന്ന് കൊടുത്തു റീന കല്യാണിക്ക്. ആദ്യത്തെ അടിയിൽ തന്നെ കല്യാണി നിലം തൊട്ടിരുന്നു. എഴുന്നേൽക്കടി. റീന മുടിക്കു കുത്തിപ്പിടിച്ച് കല്യാണിയെ പൊക്കിയെടുക്കവേ കല്യാണി പിന്നെയും കുതറി. അടുത്തൊരു തവണ കൂടെ കൈ വീശി അടിക്കാൻ ആഞ്ഞ റീനയുടെ കയ്യിൽ ആനി പിടുത്തമിട്ടിരുന്നു. റീന ദേഷ്യം കൊണ്ട് വിറച്ചു. ആനി, നീ ഇതിൽ ഇടപെടണ്ട. റീന കൈ കുടഞ്ഞു നോക്കി. ഉരുക്കുപോലെയുള്ള ആനിയുടെ കൈക്കുള്ളിൽ റീനയുടെ കൈ ഞെരിപിരി കൊണ്ടു. ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ റീന മാഡം? നിങ്ങൾ ഇങ്ങനെ അങ്ങ് തല്ലിയ ആ കൊച്ചു ചത്തുപോയില്ലേ? ലോക്കപ്പിൽ കിടന്ന് ചത്ത മേഡം ഊരിപ്പോരും. ഞാനും ഇവളും കുടുങ്ങില്ലേ? കേസ് ഞങ്ങളുടെ പെരടിയിലാവില്ലേ? നമ്മക്ക് ഈ കേസൊന്നും ഏറ്റെടുക്കാൻ മേല. ആനിയിൽ ഒരു തരം ചിരി വിരിഞ്ഞു. റീനക്ക് കൈ വേദനിച്ചു തുടങ്ങി. ആനി, ഇപ്പോൾ നീ എൻ്റെ കയ്യിൽ കയറി പിടിച്ചതിനുള്ള ശിക്ഷ കൂടെ കൂട്ടിയും കിഴിച്ചും തന്നിട്ടെ നിന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞയക്കൂ. റീനയുടെ കണ്ണിൽ പകാളി. ഓ, പേടിപ്പിക്കാതെ മാഡം. ഇതിൻ്റെ ഉള്ളിലോട്ട് 2 കാലിൽ ഞങ്ങൾ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോവാനും ഞങ്ങൾക്കറിയാം. ഭീഷണിയൊക്കെ പൊടിപ്പിള്ളേരോട് മതി. മറിയ കൂടെ രംഗത്തിറങ്ങി. ആനി മറിയയെ നോക്കിയൊന്ന് ചിരിച്ചു. 2 പേർക്കും കാണിച്ചു തരാടി റീന ആരാണെന്ന്. റീന മാഡം വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. സംഭവം ഞങ്ങൾ നാത്തുമാരുകൂടെ 1-2 പറഞ്ഞ് നുള്ളിയെന്നും പിച്ചിയെന്നൊക്കെ വരും. അത് വിചാരിച്ച് കൂട്ടത്തി ഒന്നിനെ തൊട്ടാ ഞങ്ങളുടെ ഏരിയ ഇളകും, അറിയാമല്ലോ. ആനിയിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. ഞങ്ങൾക്ക് പുറമേ നിന്ന് ആളെ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല മാഡം. കഴിഞ്ഞ മാസേ ബസ്സിൽ നിന്നൊരു പെങ്കൊച്ചിനെ കയറി പിടിച്ച കേസ് വന്നില്ലേ? ആ മന്ത്രിയുടെ അനന്തരവനാണെന്നും പറഞ്ഞ് നിങ്ങൾ വെറുതെ വിട്ട കേസ്. ആ ചെറുക്കൻ്റെ കൈയൊന്ന് വെട്ടിയെടുത്തിട്ട് പുല്ലുപോലെ ഒരുത്തൻ മാർക്കറ്റിൽ തന്നെ ഉണ്ട് ഇപ്പോഴും, അറിയാലോ സോളമനെ. ഞാനും അറിയൊക്കെ അവന് കൂടപ്പിറപ്പുകളെ പോലെയാ. ഞങ്ങളെ തൊട്ടിട്ട് പിന്നെ റീന മാഡം ഇഴഞ്ഞ് നടക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ കഴിഞ്ഞ 2 കൊല്ലമായി നിങ്ങൾ പോലീസുകാർ വലയെറിഞ്ഞ് കാത്തിരിക്കുന്ന കിട്ടാത്ത ഒരുത്തനില്ലേ, ആൽബി. മാഡത്തിന് മനസ്സിലായില്ലേ? പോലീസ് സ്റ്റേഷനിൽ കയറി മുന്നത്തെ SI സാറിൻ്റെ തലയിൽ സോഡാ കുപ്പി ഉടച്ചിട്ട് പോയില്ലേ, അവൻ തന്നെ. അവനെ ഒന്ന് ആൽബിയേ എന്ന് നീട്ടി വിളിച്ചേച്ചാലും മതി, അവനും വരും ചോദിക്കാൻ. ആനയും മറിയയും പരസ്പരം നോക്കി അടക്കി ചിരിച്ചു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നുമ്മ പോകുന്നവരെ ഈ പെങ്കൊച്ചിനെ തല്ലാൻ സമ്മതിക്കുകയില്ല അല്ലേടി ആനി? മറിയ ആനിയെ നോക്കി. ആ, അതാണ്. ആനി മറിയക്കൊന്ന് ചിരിച്ചു കാണിച്ചു കൊടുത്തു. റീനയെ നോക്കി മറിയ കല്യാണിയുടെ മുന്നിലേക്ക് കയറി നിന്നു. റീന ദേഷ്യം കൊണ്ട് വിറച്ചു. സെല്ലും തുറന്ന് ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോയി. അയ്യോടി, ഇതെന്നെ പറ്റിയതാടി ആനി നിന്റെ കഴുത്തിൽ? മറിയ ആനിയുടെ കഴുത്തിലെ അടയാളത്തിൽ ഒന്ന് തൊട്ടു നോക്കി. പൊന്നുമോൾക്ക് ഓർമ്മയില്ലല്ലേ, നീ നഖം വെച്ച് കീറിയതാണ്. ആനി തുറന്നടിച്ചു. അയ്യോ എൻ്റെ പൊന്നു നാത്തൂനെ, അടിയുടെ ഇടയിൽ ഞാൻ അറിയാതെ ചെയ്തതാ, നീ അങ്ങ് ക്ഷമി. മറിയ ആനിയുടെ 2 കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ചു. അല്ല, ഇതെന്നെ പറ്റി നാത്തൂനെ? കയ്യിൽ വട്ടത്തിൽ തിണർത്ത് കിടക്കുന്നേ. ആനി മറിയയുടെ കയ്യിലെ പാട് പരിശോധിച്ചുകൊണ്ട് ചോദിച്ചു. ആ, അത് നാത്തൂൻ കടിച്ചതല്ലേ? മറിയ പരിഭവിച്ചു. ഓ, നീ എന്നോട് അങ്ങ് ക്ഷമിച്ചേക്ക് നാത്തൂനെ. തൊട്ടു മുന്നേ അടിയും ചവിട്ടുമായി നിന്നിരുന്ന 2 പേര് കെട്ടിപ്പിടുത്തവും മുത്തം കൊടുക്കലുമായി സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ കല്ലുവിൻ്റെ കണ്ണു മിഴിഞ്ഞുപോയി. തുടരും. കഥ വായിക്കുന്നവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.